ഉറപ്പായിട്ടും നമ്മൾ ഏറ്റവും പവർഫുള്ളായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫാസിനേറ്റിങ്ങുമായിട്ടൊക്കെ ജീവിച്ചു തീർക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ, നമ്മളൊക്കെ അത്രയൊക്കെ ഏറ്റവും ടോപ്പായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിച്ച് കഴിയും. അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നമ്മളെ അവർ സ്വന്തമാക്കി കഴിയുമ്പോൾ ആ പവർഫുള്ളിനെക്കാട്ടിലും വലുതൊരാളായിരിക്കും പിന്നെ അവർ തരുന്നത്. ഇതാണ് ഹോസ്പിറ്റലോ നമ്മളിപ്പോൾ കണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് നമ്മളൊരു ബെൻസ് കാർ മേടിക്കുകയാണ്. ആ ബെൻസ് കാർ നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്യാത്ത എല്ലാ കാറിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും, ഓപ്ഷനായിരിക്കും. ആ ബെറ്റർ ഓപ്ഷൻസ് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ബെറ്ററിനെക്കാട്ടിലും ലേറ്റസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഓരോ ചെറിയ ഇടവേളകളിലും കമ്പനി അവരുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർക്ക് ബിസിനസ് നല്ല രീതിയിൽ അറിയാം. ഓരോ ദിവസം കഴിയുന്നതോറും ആൾക്കാരല്ലേ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുക. അതേ രീതി തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ. അപ്പോൾ ആ മനസ്സുകൾ മാറ്റം വരാത്ത സ്നേഹബന്ധങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേ രീതിയിലൊക്കെ സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരായിരിക്കും ഈ ലോകത്തേക്ക് ഏറ്റവും വിലപ്പെട്ട ഹൃദയം കൈക്കലാക്കിയ ആൾക്കാർ. അല്ലേ? ശ്രദ്ധിച്ചു നോക്കി.